കൂടുതലുണ്ട്. അയാൾ മക്കളോട് ഒരു വസിയത്ത്, മക്കളെ ഞാൻ മരിച്ചാൽ പള്ളിക്കാട്ട് കൊണ്ടുപോയിട്ട് പിന്നെ മറവ് ചെയ്യും. കാരണം മക്കൾ എന്നോട് ചോദിച്ചു, അതുകൊണ്ട് ഒരു കാരണവശാലും പള്ളിക്കാട്ടിനെ കൊണ്ടുപോകും. പിന്നെന്താക്കോ, ഒന്നല്ല, ഞാൻ നിങ്ങളോട് ചെയ്യുന്ന വസിയത്ത്, ഞാൻ മരിച്ചാൽ എന്നെ കത്തിച്ചാൽ കത്തിച്ചതിന്റെ ഭസ്മം ബാക്കിയുണ്ടാവും. ആ ഭസ്മം എടുത്തിട്ട് പകുതി കടലിലുള്ള കൊണ്ടുപോയി കഴിക്കാം. ഉള്ളതാ പറയുന്ന റസൂല് പറഞ്ഞ കഥ. ബാക്കി പകുതി അന്തരീക്ഷത്തിൽ വിതറിക്കാം. എന്തിന്? അയാളെ വിവരിക്കാനാ പറഞ്ഞത്. ഇന്നെ പഠിച്ചോന്ന് കിട്ടിയാൽ എനിക്ക് കിട്ടുന്ന ശിക്ഷ അതിഭയങ്കരമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ ഫേസ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നെങ്ങനെ ചെയ്യണം? അപ്പന്റെ വസീയത്ത് വാപ്പ വരച്ച് മക്കള് വസീയത്ത് നടപ്പാക്കി കത്തിച്ചിട്ട് ഭസ്മം കടലിലും അന്തരീക്ഷത്തിലൊക്കെ വിതറി. പക്ഷെ പഠിച്ചറപ്പന്റെ മുമ്പിൽ അതിനാക്കാൻ ആരാണ് ഈ നിർമ്മിപ്പോയ മണ്ണുകളെ പുനർജന്മം നൽകുന്നവൻ ആരാണെന്ന് മുസ്ലിംകൾ ചോദിച്ചപ്പോഴ യാസീന്റെ അവസാനത്തെ ആരംഭിച്ചത് നബിയെ തങ്ങളവരോട് പറയോ, ഒന്നുമില്ലാതിരുന്നപ്പോ ഇവന്റെ വളരെ ശ്രദ്ധിച്ചതാരാണ്? അവൻ തന്നെ ശ്രദ്ധിക്കാൻ പോലും പൊടി അതൊന്നും ഇല്ലാത്തപ്പോഴല്ലേ ഇവന്റെ ശ്രദ്ധിച്ചത്? ആ പടച്ചനം പോലെ ആദ്യം ശ്രദ്ധിപ്പ് നൽകിയവൻ ഇനി പുനർജന്മം കൊണ്ടുവരും. അല്ലാഹു ആ മനുഷ്യനെ പുനർജന്മം നൽകിയ സോദര പറയാ പടച്ചറപ്പന്റെ മുന്നിൽ ഹാജരാക്കി. ആ മനുഷ്യനോടുള്ള ചോദ്യം, നീ എന്തിനാണ് മക്കളോട് അനാവശ്യമായത് വസീയത്ത് ചെയ്തത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ഒറ്റ മറുപടി, മിൻ ഖശ്യതിക യാ റബ്ബി, മിൻ ഖശ്യതിക യാ റബ്ബി, നിന്നെ പേടിച്ചിട്ട് മാത്രമാണ് റബ്ബേ ഞാൻ ചെയ്തത്. നിന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കപ്പെട്ടാൽ എന്നെ ആർക്കും കൊടുക്കാത്ത